ഭർത്താവ് മരണപ്പെട്ട മകളുടെ വാട്സപ്പ് ദിവസവും രാത്രി ഓൺലൈനിൽ കണ്ടുകൊണ്ടാണ് അവരുടെ വീട്ടുകാരെന്നെ വിളിച്ചത്. അവൾ ആരോടാണ് ഈ രാത്രിയിൽ സംസാരിക്കുന്നതെന്ന് അറിയാൻ അവർക്ക് വല്ലാതെ ആഗ്രഹം തോന്നി. ഒരു വശത്ത് മകളുടെ ഭർത്താവിൻ്റെ ചൂട് മാറും മുൻപ് തന്നെ മകൾ കൈവിട്ടു പോയോ എന്നൊരു സംശയവും വീട്ടുകാർക്ക് വന്നു. അങ്ങനെ നല്ലൊരു ഹാക്കറായ ഒരു പയ്യനെ കണ്ടെത്തി അവർ ആ ഡോക്യുമെൻറ്റുകൾ മൊത്തം ആ ഫോണിൽ നിന്നെടുത്തു. എൻ്റെ അടുത്ത് ആ മാതാവ് പറഞ്ഞൊരു കാര്യമാണ്, ഈ ഹാക്കർ പയ്യന് ഇവർ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ആ പയ്യൻ വാങ്ങിയില്ല അത്രേ. കാരണം അവൻ പറഞ്ഞത് എത്തിക്കലി ശരിയല്ല. പിന്നെ ഒരു വ്യക്തി ഇങ്ങനെ ഈ ഡിവോഴ്സായി നിൽക്കുന്നവരും ഈ ഭർത്താവ് മരണപ്പെട്ട ആൾക്കാരെയൊക്കെ പ്രത്യേകിച്ച് ട്രാക്ക് ചെയ്യാൻ നടക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ട് ഞാനൊന്ന് സഹകരിച്ചു എന്നേ ഉള്ളൂ. ചെയ്തത് തെറ്റായിപ്പോയി, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവൻ പൈസ വാങ്ങാതെ തിരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പം മകളുടെ ചാറ്റിലൂടെ ജാരനെ കണ്ടെത്താനായിട്ട് ആ വീട്ടുകാർ അത് മൊത്തം വായിച്ചു നോക്കിയപ്പോഴാണ് ഈ മരിച്ചുപോയ മരുമകൻ്റെ വാട്സപ്പിലേക്ക് അവളുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളും ഓരോ ദിവസത്തെ വിശേഷങ്ങളും ദിവസവും മറുപടി വരില്ല എന്നറിഞ്ഞിട്ടും ടെക്സ്റ്റ് അയച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ രാത്രിയാവുമ്പോഴാണ് ഇവൾ ഫ്രീ ആകുന്നത്. അതുവരെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ആയിട്ട് നടന്നേച്ചിട്ട് രാത്രി മൊത്തം ഇരുന്നേച്ചിട്ട് ഇവൾ ഹസ്ബൻഡിന് ഇങ്ങനെ ടെക്സ്റ്റ് അയച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും വന്നേച്ചിട്ട് ഈ ചാറ്റിംഗ് ഡിവൈസസൊക്കെ ആയതോടുകൂടി അത് തിരിച്ച് ചാറ്റ് ചെയ്യാനും തുടങ്ങി. ശ്രദ്ധിക്കണം, ഒരു കണക്കിന് ആശ്വാസമാണെങ്കിലും നമ്മൾ ചാറ്റ് ചെയ്യുന്നത് ഒരു ബോട്ടിനോടാണ് എന്ന് ഓർക്കണം. അത് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ വിവരങ്ങൾ അവൻ മനസ്സിലാക്കുന്നുണ്ട്. നാളെ ഒരുപക്ഷേ നമുക്ക് വിരോധമായോ അല്ലെങ്കിൽ നമുക്കൊരു അഡിക്ഷനോ കാരണമാകാം. അതുകൊണ്ട് ഈ ചാറ്റ് ബോട്ടുകളുമായിട്ട് ചാറ്റ് ചെയ്യുന്നവർ കൂടുതൽ അപകടങ്ങളിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്.